ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഒരുപാട് ഫേസ് പാക്കുകൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു കിടിലൻ ഫേസ് പാക്കാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും നല്ല അടിപൊളി റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ഒരു റിസൾട്ട് കണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടാൽ മതി. ഭയങ്കര അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് ശരിക്കും അടിപൊളിയാണ്. പിന്നെ ഇത് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫിയാണ്. അപ്പോൾ കോഫി ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണണ്ട. പിന്നെ ചിലർക്കെല്ലാം കോഫി മുഖത്ത് തേച്ചാൽ അത്ര എഫക്റ്റീവ് അല്ല എന്ന് പറയുന്നേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോഫി ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് സാധനം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂണോളം അരിപ്പൊടി എടുക്കുക. നിങ്ങൾ ഒരിക്കലും അരിപ്പൊടി എടുക്കുന്ന സമയത്ത് തരിപ്പുള്ള അരിപ്പൊടി എടുക്കരുത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കോഫി പൗഡറും കൂടി ആഡ് ചെയ്യുക. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് കറികളിൽ ഉപയോഗിക്കുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യരുത്. നമ്മൾ ഒന്നെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക, അല്ലാന്നാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുക. കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം തേന്, പിന്നെ വേണ്ടത് പാലാണ്. പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനുള്ള ആ ഒരു പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഫേസ് പാക്ക് അധികം ലൂസും ആയി പോകാൻ പാടില്ല, എന്നാലോ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഫേസ് പാക്കും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾ മുഖം നന്നായിട്ടൊന്ന് കഴുകുക. മുഖം കഴുകി തുടച്ചെടുത്തതിന് ശേഷം നിങ്ങളിത് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് മസാജ് ചെയ്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കൈ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ താടിയുടെ ഭാഗത്തുനിന്ന് മേലേലേക്ക് സർക്കുലർ മോഷനിൽ വേണം നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ എല്ലാന്നാണെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ്സ് എങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മിനിറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കിയ ഫേസ് പാക്ക് മുഴുവനായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങളിതിങ്ങനെ ഫേസിലേക്ക് വെക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇത് കണ്ടോ, ഇതേപോലെ ആകുന്ന സമയത്ത് നമ്മൾ മെല്ലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് വെള്ളത്തിൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് വെള്ളം ഒന്ന് മുഖത്ത് ഇങ്ങനെ ഒപ്പി കൊടുത്ത് അത് മസാജ് ആ ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെ നമ്മളൊന്ന് മുഖം കഴുകിയെടുക്കുക. നമ്മൾ സോപ്പിട്ടിട്ട് മുഖം കഴുകൂലേ, അതുപോലെ ഈ ഫേസ് പാക്ക് കൊണ്ട് തന്നെ നമ്മളതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മുക്കിയിട്ട് ഫേസിൽ മെല്ലെ സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് കഴുകി കൊടുക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നല്ലൊരു നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു പാർട്ടിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. പിന്നെ ഇത് നിറം മാത്രമല്ല, നിറവും തിളക്കവും സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ കഴുകിയെടുത്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയൊരു റിസൾട്ട് ഇതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളെ ഫേസ് ഗെയിമല്ലാണോ എന്നുള്ളത്. അപ്പോൾ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് ഫേസിലിടാത്തത്. പക്ഷേ ഇതെല്ലാം ഫേസിലിട്ടതിന് ശേഷം തന്നെയാണ്
നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ ഡയറക്റ്റ് ഫേസിലിടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൈകളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ റിസൾട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യമുള്ളവർ, അതായത് നിങ്ങൾക്ക് കോഫിയൊന്നും പ്രോബ്ലം ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു റിസൾട്ടാണ്. അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒരു ഫസ്റ്റ് റിസൾട്ട് തന്നെ പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കളറ് പെർമനൻ്റായിട്ട് ഒറ്റ പ്രാവശ്യം തേച്ചതുകൊണ്ട് നിലനിൽക്കുമെന്നില്ല കേട്ടോ. ഈ ഒരു കളറ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യണം. ഇനി ഡെയിലി ചെയ്യുന്നവർക്ക് ഡെയിലി ചെയ്യാം. പക്ഷേ ഡെയിലി ചെയ്യുന്നവർ ഒരിക്കലും അരിപ്പൊടി എടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം. തരിതരിപ്പുള്ള അരിപ്പൊടി ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. ദിവസവും നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫേസിന് കേടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസ് എപ്പോഴും ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യമേ നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. മാസത്തിൽ കൂടിപ്പോയാൽ മാക്സിമം 2 ടൈംസ്, അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.